പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ പുതിയൊരു വിപ്ലവകാരി പിറവിയെടുത്തിരിക്കുകയാണ്. അനീതിക്കെതിരെ ഏതറ്റം വരെയും പോയി സമരം ചെയ്യുന്ന ഒരു വിപ്ലവകാരി, CPM-നെ ശുദ്ധീകരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു വിപ്ലവകാരി, സഖാവ്, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം പിതാവിനെ പോലെ കാണുന്ന ഒരാൾ, അവസാന വാക്ക് പാർട്ടി എന്ന് പറയുന്ന ഒരാൾ. അങ്ങനെ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഈ സമയത്ത് പാർട്ടിക്കാരെക്കാൾ വലിയൊരു പാർട്ടിക്കാരൻ. പണ്ട് ഞാൻ പ്ലാനിംഗ് ബോർഡിൽ IS ഗുലാത്തി എന്ന് പറയുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനോട് ജോലി ചെയ്തത്. അദ്ദേഹം അന്തരിച്ചപ്പോൾ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു, മലയാളിയേക്കാൾ കേരളീയനേക്കാൾ വലിയ മലയാളി, അല്ലെങ്കിൽ മലയാളികളെക്കാൾ വലിയ മലയാളി എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ പാർട്ടിയുടെ പാർട്ടിയുടെ സമ്മേളന നടപടികൾ ആരംഭിക്കുന്ന അവസരത്തിൽ പാർട്ടിക്ക് വേണ്ടി പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച പാർട്ടി സഖാക്കളെക്കാൾ വലിയൊരു പാർട്ടി സഖാവ് ഉദയം ചെയ്തിരിക്കുകയാണോ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്ന നിലയിൽ പ്രസ്താവനകളും പത്രസമ്മേളനങ്ങളും ഒക്കെ നടത്തുന്ന പുതിയൊരു പാർട്ടി സഖാവ് നമ്മളുടെ ഇടയിൽ ഉയർന്നു വന്നിരിക്കുന്നു. ചിലർ ചോദിക്കുന്നു, പുതിയ VS അച്യുതാനന്ദനാണോ ഇയാൾ എന്നൊക്കെ ചോദിക്കുന്നു. അയാൾ ആരാണെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്നെനിക്ക് തോന്നുന്നു. അയാളുടെ പേർ PV അൻവർ എന്നാണ്. അയാൾ യഥാർത്ഥത്തിൽ ഒരു വിപ്ലവകാരിയാണോ? അയാൾ കറതീർന്ന ഒരു പാർട്ടി സഖാവാണോ? അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ CPM-നെ രക്ഷപ്പെടുത്താൻ അവതരിച്ചിരിക്കുന്ന ഒരു കാവൽ മാലാഖയാണോ? അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണോ? അദ്ദേഹം ജീവിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണോ? ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം. കാരണം എന്താണ്, അൻവർ കുറേ കാലമായി നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പൊട്ടിമുളച്ച് വന്ന ഒരു മനുഷ്യനൊന്നുമല്ല. അയാളിപ്പോൾ പറയുന്നത് പാർട്ടിയുടെ ഈ പറഞ്ഞ പോലെ ജീർണതയ്ക്കെതിരായിട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ കാര്യത്തിൽ ഞാനും അയാളെ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ അയാൾ ഒരു കറതീർന്ന വിപ്ലവകാരിയും കാവൽ മാലാഖയും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റും ഒക്കെ ആണോ എന്ന് നമ്മളൊന്ന് നോക്കാൻ സുഹൃത്തുക്കളെ. അത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതൊന്നുമല്ല. വലിയ തോതിൽ അധോലോക ബന്ധങ്ങളുള്ള, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച, എല്ലാ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, പരിസ്ഥിതി ലംഘനം നടത്തിയിട്ടുള്ള, മിച്ചഭൂമി കയ്യിൽ വച്ചിട്ടുള്ള, മറ്റ് പലരെയും ചതിച്ചിട്ടുള്ള, കൊലക്കേസിൽ വരെ പ്രതിയാകാൻ സാധ്യതയുള്ള ഒരു അധോലോക ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഈ നിലമ്പൂർ MLA PV അൻവർ എന്നുള്ളതാണ് വസ്തുത. അത് നമ്മൾ ഈ സാഹചര്യത്തിലൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഈ അൻവറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളുടെ അതിൻ്റെ പുതിയ ഘട്ടം, അതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരെടുത്ത് ഒന്ന് അക്കമിട്ട് നിരത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അതിലൂടെ അൻവർ ആരാണെന്നുള്ള ബോധ്യം നമുക്ക് കൃത്യമായി ഉണ്ടാവണം. അൻവർ ഇപ്പോൾ നടത്തുന്ന സമരത്തെ ചിലപ്പോൾ നമുക്ക് പിന്തുണയ്ക്കേണ്ടി വന്നേക്കും. പക്ഷേ അൻവർ ആരാണെന്നുള്ള വ്യക്തത നമുക്കുണ്ടാവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അത് അക്കമിട്ടാണ് നിരത്താൻ പോകുന്നത്. ഒന്ന്, മനാഫ് വധക്കേസ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അതായത് ഒരു യൂത്ത് ലീഗ് പ്രവർത്തകനെ 2-2.5 വർഷങ്ങൾക്ക് മുമ്പ് ഈ അൻവറും അൻവറിൻ്റെ കുടുംബങ്ങളും കൂടി പട്ടാപ്പകൽ മലപ്പുറത്ത് ഏതോ ഒരു സ്ഥലത്ത്, എടത്തോടി എനിക്കറിയില്ല, ഒരു സ്ഥലത്ത് വെച്ചിട്ട് വെട്ടിയും കുത്തിയും കൊന്നു എന്നുള്ളതാണ് കേസ്. അതിൽ മനാഫ് വധക്കേസിൽ അൻവറിൻ്റെ സഹോദരി പുത്രന്മാരായ 2 പ്രതികളെ 25 വർഷം അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിച്ചത് മലപ്പുറം പോലീസായിരുന്നു. മനാഫിൻ്റെ കുടുംബം നടത്തിയ നിയമപോരാട്ടത്തിനൊടുവിൽ ഇവർ പിടിയിലായി. ഇവരുടെ വിചാരണ മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് കൊന്ന സമയത്ത് ഇതിൻ്റെ വാദം നടന്നപ്പോൾ 1-ാം പ്രതി എന്തോ കൂറുമാറി എന്നുള്ളതുകൊണ്ടാണ് അൻവർ അന്ന് രക്ഷപ്പെട്ടു പോയത്. അന്ന് അൻവറിൻ്റെ അഭിഭാഷകൻ എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ ഏറ്റവും വലിയ അഭിഭാഷകനായിട്ടുള്ള MK ദാമോദരനായിരുന്നു. അന്ന് പ്രോസിക്യൂഷൻ്റെ ഭാഗമായി വന്ന മഞ്ചേരി ശ്രീധരൻ നായർ ഈ MK ദാമോദരൻ്റെ ശിഷ്യനായിരുന്നു. അങ്ങനെ ഇയാൾ രക്ഷപ്പെട്ടതെന്നാണ് പറഞ്ഞത്. അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ അൻവറിനെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിനെതിരെ മനാഫിൻ്റെ കുടുംബാംഗങ്ങൾ കൊടുത്ത കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ആ കേസിൽ അൻവറിനെ പ്രതി ചേർക്കേണ്ടതാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. 2, മഞ്ചേരി മാലംകുളത്ത് PV അൻവർ 100 ഏക്കറോളം ഭൂമിയിൽ ആരംഭിച്ച വാട്ടർ തീം പാർക്കും ഫ്ലാറ്റും സമുച്ചയവും വില്ലകളും അടക്കമുള്ള മെട്രോ വില്ലേജിലേക്ക് റോഡിന് സ്ഥലം വിട്ട് നൽകാൻ കരാർ എഴുതിയ ശേഷം കുമങ്കുളത്തെ CP ജോസഫ് എന്ന കുടിയേറ്റ കർഷകൻ്റെ ഭൂമി തട്ടിയെടുക്കുകയായി.
ആര്? അൻവർ. CP ജോസഫിൻ്റെ ഹർജിയിൽ മഞ്ചേരി സബ് ജഡ്ജി PV അൻവറിന് പിഴയടയ്ക്കാൻ 2014 ഓഗസ്റ്റ് 14 ശിക്ഷിക്കുകയുണ്ടായി. അതായത് അതിൻ്റെ ഒറിജിനൽ സ്യൂട്ട് 230/2008 എന്നായിരുന്നു. ഈ കേസിൽ അൻവറിനെതിരെ 4 തവണ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും MLA ആണെങ്കിലും നിയമസഭാ സമ്മേളനമില്ലാത്ത സമയമാണെങ്കിൽ അറസ്റ്റ് ചെയ്താൽ ജയിലിൽ പോകേണ്ടി വരുമെന്നും അറിയിച്ചിരുന്നു. ഇതോടെ അൻവർ പിഴയടച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. 3. ഗുണ്ടകളെ വിട്ട് റീഗൽ എസ്റ്റേറ്റ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. എസ്റ്റേറ്റ് ഉടമ ജയ മുരുകേഷിൻ്റെ പരാതിയിൽ പൂക്കോട്ടംപാടം പോലീസ് അൻവറിനെ 1-ാം പ്രതിയായി കേസെടുത്തു. പൂക്കോട്ടംപാടം പോലീസ് ക്രൈം നമ്പർ 349/2016 അതാണ് കേസ്. ഈ കേസിൽ സംഭവം നടന്ന സ്ഥലം വ്യക്തമല്ലെന്ന് കാണിച്ച് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇതിനെതിരെ ജയമുരുകേഷിൻ്റെ പ്രൊട്ടസ്റ്റ് കംപ്ലൈൻറ്റ് കോടതിയുടെ പരിഗണനയിലാണ്. 4. CPM സഹയാത്രികനായ പ്രവാസി എഞ്ചിനീയർ മലപ്പുറം സ്വദേശി നടുത്തോടി സലീമിൽ നിന്നും ക്വാറി ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് 50 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ അൻവറിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത് കേരള ഹൈക്കോടതിയാണ്. അൻവറിൻ്റെ റിവ്യൂ ഹർജിയും ഹൈക്കോടതി തള്ളി. ക്രൈംബ്രാഞ്ച് ADGP അന്വേഷിക്കുന്ന കേസിൽ വഞ്ചനാക്കുറ്റം നടത്തിയ അൻവറിനെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ടതാണ്. എന്നാൽ ഈ കേസ് സിവിലാക്കി അൻവറിനെ അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിച്ചത് പോലീസാണ്. അൻവറിനൊപ്പം മമ്പാട് MES കോളേജിൽ പഠിച്ചിരുന്ന സുഹൃത്തായ ക്രൈംബ്രാഞ്ച് SP P വിക്രമനാണ് ക്രിമിനൽ കേസ് സിവിലാക്കി അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നത് രക്ഷിച്ചത്. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തട്ടിപ്പിനിരയായ സലീം. പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ അൻവറിനോടൊപ്പം വേദി പങ്കിടാൻ ക്രൈംബ്രാഞ്ച് SP വിക്രമനും ഉണ്ടായിരുന്നു. അഴിമതി നടത്തിയതിനാണ് ക്രിമിനൽ കേസ് സിവിൽ കേസാക്കി മാറ്റിയതെന്ന സലീമിൻ്റെ പരാതിയിൽ പോലീസ് വകുപ്പ് തല അന്വേഷണവും നടത്തുന്നുണ്ട്. അടുത്തത്, കക്കാടംപൊയിലിൽ നിയമം ലംഘിച്ച് മലയിടിച്ച് വാട്ടർ തീം പാർക്ക് പണിതു. പാർക്കിൽ നടത്തിയത് നിയമവിരുദ്ധ നിർമ്മാണമാണെന്ന് ജില്ലാ കളക്ടർ കണ്ടെത്തി. ഉരുൾപൊട്ടലെ തുടർന്ന് പാർക്ക് ജില്ലാ കളക്ടർ അടച്ചുപൂട്ടിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുകൂല ഉത്തരവിൻ്റെ ഫലത്തിൽ കുട്ടികളുടെ പാർക്ക് മാത്രം തുറന്നു നൽകി. വാട്ടർ തീം പാർക്ക് ഇപ്പോഴും പ്രവർത്തിക്കാൻ അനുമതിയില്ല. ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നിലവിലുണ്ട്. 6. ചീങ്കണ്ണിപ്പാറയിൽ കാട്ടരുവി തടഞ്ഞ് അനധികൃതമായി തടയണ കെട്ടി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തടയണ പൊളിച്ചു മാറ്റി. 7. ഹോട്ടൽ കം റെസ്റ്റോറൻറ്റ് പണിയാൻ ബിൽഡിംഗ് പെർമിറ്റ് നേടിയ ശേഷം തടയണയ്ക്ക് കുറുകെ റോപ്പ് വേ പണിതു. പഞ്ചായത്ത് ഓംബുഡ്സ്മാൻ ഉത്തരവിനെ തുടർന്ന് റോപ്പ് വേ പൊളിച്ചു നീക്കി. ഈ റോപ്പ് വേ മോഷണം പോയെന്നാണ് അൻവറിൻ്റെ പരാതി. അടുത്തത്, കേരള നിയമസഭ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് അൻവറും കുടുംബവും കൈവശം വയ്ക്കുന്ന പരിധിയിൽ കവിഞ്ഞ ഭൂമി തിരിച്ചുപിടിക്കാൻ താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് ഉത്തരവിട്ടു. 64.14 കോടി രൂപ ആസ്തിയുള്ള കേരളത്തിൽ ഏറ്റവും സമ്പന്നനായ MLA ആയ അൻവർ ആദായ നികുതി അടയ്ക്കുന്നില്ല. അടുത്തത്, വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിന് അൻവറിനെതിരെ ആദായ നികുതി വകുപ്പ് അന്വേഷണം നടക്കുന്നു. 11. കള്ളപ്പണ ഇടപാടിൽ അൻവറിനെതിരെ ED അന്വേഷണം നടക്കുന്നു. 12. ആലുവ എടത്തലയിൽ നാവികസേന ആയുധ സംഭരണശാലയ്ക്ക് സമീപം അതീവ സുരക്ഷാ മേഖലയിൽ മദ്യപാർട്ടി നടത്തിയ കേസിൽ റിസോർട്ട് ഉടമയായ അൻവറിനെതിരെ എക്സൈസ് കേസെടുത്തില്ല. അൻവറിനെതിരെ കേസെടുക്കണമെന്ന ഹർജി ഹൈക്കോടതിയിൽ. 13. കക്കാടംപൊയിലിൽ അൻവറിൻ്റെ റിസോർട്ടിൽ നിർമ്മിച്ച 4 തടയണകളും ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പൊളിച്ചു നീക്കി. അടുത്തത്, ഇതിൻ്റെ മറവിൽ കാട്ടരുവിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തി നിർമ്മാണങ്ങൾ നടത്തി. ഇവ 1 മാസത്തിനകം പൊളിക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. സുഹൃത്തുക്കളെ, അതുകൂടെ ഇത് കേട്ടോണം, കേവലം രാഷ്ട്രീയ ആരോപണങ്ങളോ അപവാദങ്ങളോ അല്ല PV അൻവറിനെതിരെ ഉയർന്നിരിക്കുന്നത്. വെറും അപവാദങ്ങളോ ആരോപണങ്ങളോ അല്ല. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചതിനോ അല്ലെങ്കിൽ CPMന് വേണ്ടോ പൊരുതിയത് കൊണ്ടല്ല കേസുകൾ ഉണ്ടായത്. ഇപ്പോൾ CPMനെ സംരക്ഷിക്കാൻ പുള്ളി ഇറങ്ങിയിരിക്കുകയാണല്ലോ. പക്ഷേ CPMന് വേണ്ടി പൊരുതിയത് കൊണ്ടൊന്നും അല്ല ഈ കേസുകളൊന്നും ഉണ്ടായത്. MLA പദവിയും ഗുണ്ടായുസവും ഉപയോഗിച്ച് നിയമവിരുദ്ധമായി സ്വത്ത് സമ്പാദിച്ചതിനും നിയമലംഘനം നടത്തിയതിനുമാണ്. ഹൈക്കോടതിയും സംസ്ഥാന സർക്കാരും കോടതികളുമാണ് ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. MLA എന്ന സംരക്ഷണം കൊണ്ടും പോലീസിൻ്റെ അകമഴിഞ്ഞ സഹായം കൊണ്ടുമാണ് അൻവർ ഇതുവരെ ജയിലിൽ പോകാത്തത്. അപ്പോൾ ഇതാണ് അൻവർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് അൻവർ ഈ പറഞ്ഞ പോലെ കാവൽ മാലാഖയും പരിശുദ്ധനും പാർട്ടിയെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുന്ന സഖാവും വിപ്ലവകാരിയും ഒന്നുമല്ല. അൻവർ ഉണ്ടാക്കിയ കേസുകൾ CPMൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും വിപ്ലവം നടത്താൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. നിയമലംഘനത്തിലൂടെ തൻ്റെ ആസ്തിയും സ്വത്തും വളർത്താൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുമ്പോഴും അൻവർ P. ശശിക്കും ഈ പറഞ്ഞ പോലെ MR അജിത് കുമാറിനുമൊക്കെ എതിരെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ
അതിൽ വസ്തുതയുണ്ടെങ്കിൽ നമ്മൾ അൻവറിനെ പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇത്രയേറെ കേസുകൾ അൻവറുടെ കയ്യിലുണ്ട്, അൻവറിനെതിരായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അയാൾ ഒരു വിപ്ലവകാരിയും പാർട്ടി സഖാവും പാർട്ടിയെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരാളുമല്ല എന്നുള്ള കാര്യവും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിശദാംശങ്ങൾ ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചത്.